നമസ്കാരം, ഏവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം, അതിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം പാകം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് പ്രകാശ സംശ്ലേഷണം? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്താണ്? ഹരിത സസ്യങ്ങൾ, ആൽഗകൾ, ചിലതരം ബാക്ടീരിയകൾ എന്നിവ എന്ത് ചെയ്യുന്നു? സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സന്തുലനാവസ്ഥ എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്നുള്ളൊരു പടമാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ മനുഷ്യർ ശ്വസിച്ചതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിടുന്നു അല്ലേ. ആ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. പിന്നെ ആ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ആ ഗ്ലൂക്കോസ് അല്ലെ ഭക്ഷണം ഉണ്ടാക്കുന്നു. ആ ഭക്ഷണമാണ് ജന്തുക്കൾ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? ജന്തുക്കൾ ശ്വസനത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു. അത് സസ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവർ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ആ ശ്വസനത്തിന്റെ പ്രക്രിയ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അന്നജം ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ആ ഗ്ലൂക്കോസ് ആണ് എന്ത് നമ്മൾ ജന്തുക്കൾ കഴിക്കുന്നത്, മനുഷ്യർ കഴിക്കുന്നത്. അതങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒരു സന്തുലനാവസ്ഥയിൽ നിലനിൽക്കുന്നത്. അത് ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്തുണ്ടാക്കുന്നു? ഗ്ലൂക്കോസും എന്തുണ്ടാവും? ഓക്സിജനും പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് 6CO2 പ്ലസ് 6H2O. വാട്ടർ ഗീവ്സ് ലൈറ്റ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഷുഗറിന്റെ തന്മാത്രവാക്യം ഒന്ന് പറയണം കേട്ടോ. ഗ്ലൂക്കോസിന്റെ C6H12O6. പിന്നെന്താണ്? ഓക്സിജനും ഉണ്ടാകുന്നു. അതാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇക്വേഷൻ. ചിലപ്പോൾ അത് ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കും. അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണം. നമുക്കറിയാം എവിടെയാണ് കൂടുതൽ നടക്കുന്നത്? ഇലകളിലാണ്. പച്ച കളറുള്ള എവിടെയാണ് അവിടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ ഇലയുടെ ഒരു ഛേദമാണ് കാണിച്ചിരിക്കുന്നത്. ഇലയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയുണ്ടെന്ന് നോക്കി. ആസ്യരന്ധ്രങ്ങളുണ്ട്, ഉപരിവൃത്തിയുണ്ട്, പിന്നെന്താണ്? സംവഹന കല. നമ്മൾ പഠിച്ചില്ലേ, സൈലോം ഫ്ലോയോ കഴിഞ്ഞൊരു ലെസണിൽ പഠിച്ചിരുന്നു. സംവഹന കലകളുണ്ട്. പിന്നെ ഉള്ളതാണ് സസ്യകോശത്തിൻ്റെ ഒരു വലിയ ഫിഗറായിട്ട് കാണിച്ചിരിക്കുകയാണ് സസ്യകോശം. അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്? അതിനുള്ളിൽ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഹരിതകണം എന്നറിയപ്പെടുന്നത്. വലുതാക്കി കാണിച്ചിരിക്കുന്നത് ഹരിതകണം. ഹരിതകണത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. കുറച്ച് കോയിൻ അടുക്കി വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ കുറച്ച് വട്ടത്തിൽ കണ്ട് അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഗ്രാന. എന്താണ്? ഗ്രാന. അതുപോലെ തന്നെ അതിന് പുറത്തായിട്ട് കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ. എന്താണ്? സ്ട്രോമ. ഹരിതകണത്തിൻ്റെ പാർട്സാണ് ഈ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹരിതകണത്തിൻ്റെ ഇരട്ട സ്തരം പാളി കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്. ഹരിതകണത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഗ്രാന. അടുക്കുകളായിട്ട് കാണപ്പെടുന്നതാണ് ഗ്രാന. ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം ഹരിതകണങ്ങളിലാണ് നടക്കുന്നത്. അത് ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതകണങ്ങളുണ്ടോ അവിടെയൊക്കെ എന്തുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രാനയെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള വർണ്ണകണങ്ങൾ കാണപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹരിതകം A, ഹരിതകം B, കാരോട്ടിൻ, സാന്തോഫിൽ. ഇത്രയും വർണ്ണങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ വർണ്ണങ്ങൾക്ക് എല്ലാത്തിനും എന്ത് ചെയ്യാം? പ്രകാശത്തിനെ ആഗിരണം ചെയ്യാൻ പറ്റും. പക്ഷേ ഹരിതകം A മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുത്തുള്ളൂ. ആരാണ്? ഹരിതകം A, ഹരിതകം B, കാരോട്ടിൻ, സാന്തോഫിൽ. ഇത്രയും വർണ്ണകണങ്ങൾ ഗ്രാനയിലുണ്ട്. അവയ്ക്കെല്ലാം പ്രകാശത്തിനെ ആഗിരണം ചെയ്യാനും പറ്റും. പക്ഷേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ആരാണ്? ഈ ഹരിതകം A മാത്രമേ നേരിട്ട് പങ്കെടുക്കുകയുള്ളൂ. മറ്റ് വർണ്ണങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഈ ഹരിതകം Aയിലേക്ക് എന്ത് ചെയ്യുന്നു? കൈമാറുന്നു. അതുകൊണ്ട് അവയെ അറിയപ്പെടുന്നതാണ് സഹായക വർണ്ണങ്ങൾ. എന്താണ്? സഹായക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഹരിതകണത്തിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്? ഗ്രാനയും സ്ട്രോമയുണ്ട്. ഗ്രാനയാണ് പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകണങ്ങൾ കാണപ്പെടുന്നത്. വർണ്ണകണങ്ങൾ ഹരിതകം A, B, കാരോട്ടിൻ, സാന്തോഫിലാണ് ഉള്ളത്. പക്ഷേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ഹരിതകം Aയും ബാക്കിയുള്ളവ എന്താണ്? സഹായ വർണ്ണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ആ ഒരു ഫിഗറിൽ നിന്ന് അത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രകാശ സംശ്ലേഷണത്തിന് പ്രധാനമായിട്ടും 2 ഘട്ടമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഹരിതഗണത്തിൽ എന്തൊക്കെയാണ് നമുക്കറിയാം. ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. ഈ ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത്? നമ്മൾ പറഞ്ഞു 2 ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവുമാണ്. എന്താണ് പ്രകാശഘട്ടം എന്ന് നോക്കിയാൽ, ഈ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. അടുക്കളായിട്ട് കണ്ടില്ല, അതാണ് ഗ്രാനയിലാണ് പ്രകാശഘട്ടം നടക്കുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? പ്രകാശത്തെ ഉപയോഗിച്ച് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. എന്താ ചെയ്യുന്നത്? നമുക്കറിയാം ഇലകളിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും എത്തിയിട്ടുണ്ട്. ആ ജലം വിഘടിച്ച്, ജലം എന്ന് പറയുമ്പോൾ H2O ആണ്. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെന്ന് ആ ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? സ്ട്രോമയിലെത്തുന്നു. പിന്നെന്താണ്? പ്രകാശോർജം രാസോർജമായി ATPയിൽ സംഭരിക്കുന്നു. അത്രയും കാര്യങ്ങളാണ് പ്രകാശഘട്ടത്തിൽ ഗ്രാനയിൽ നടക്കുന്നത്. പ്രകാശഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശം ഉപയോഗിക്കുന്നു. വേറെന്താ സംഭവിക്കുന്നത്? ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. ആ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ എവിടെ എത്തുന്നു? സ്ട്രോമയിലേക്ക് പോകുന്നു. പിന്നെ പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നു. അത്രയും കാര്യങ്ങളാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്. ഇനി അപ്പുറത്ത് നോക്കിയേ, സ്ട്രോമയിൽ എന്താ സംഭവിക്കുന്നത്? സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഇരുണ്ട ഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? പ്രകാശം ഉപയോഗിക്കുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? ATPയിൽ, ഇപ്പോൾ ATPയിൽ എന്താണ്? രാസോർജ്ജമാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ജലം വിഘടിച്ച് അവിടെ ഹൈഡ്രജൻ ഉണ്ടായത് സ്ട്രോമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹൈഡ്രജനും ഇപ്പോൾ ഉള്ള ATPയിലെ ഊർജ്ജവും ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്നിട്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഓൾറെഡി ഇലകളിൽ എത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ചേർന്നിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. അതാണ് ഇരുണ്ട ഘട്ടം. അത് നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിലാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഗ്രാനയിൽ നടക്കുന്ന പ്രകാശഘട്ടം, അവിടെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ATPയിൽ സംഭരിക്കും, ഹൈഡ്രജനും സ്ട്രോമയിലേക്ക് മാറ്റുന്നു, ഓക്സിജനും വിഘടിക്കുന്നു. അപ്പോൾ ഉണ്ടായ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും പിന്നെന്താണ്? ATPയിലെ ഊർജ്ജവും ഉപയോഗിച്ച് ഇരുണ്ട ഘട്ടത്തിൽ സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഈ പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് എന്ത്? ഇരുണ്ട ഘട്ടം നടക്കുന്നത് അല്ലേ. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ആളുടെ പേരാണ് മെൽവിൻ കാൽവിൻ. എന്താണ്? മെൽവിൻ കാൽവിൻ. അതുകൊണ്ട് കാൽവിൻ ചക്രം എന്നാണ് ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇരുണ്ട ഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന ഇരുണ്ട ഘട്ടത്തിനെ കുറിച്ച് വിശദീകരണം, ആ രാസപ്രവർത്തനങ്ങൾ വിശദീകരണം നൽകിയത് മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തറിയപ്പെടുന്നു? കാൽവിൻ സൈക്കിൾ എന്നറിയപ്പെടുന്നു. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് 1961 എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി, ഈ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, അതും ഓർത്തിരിക്കണം. അപ്പോൾ പ്രകാശഘട്ടമാണ് ഗ്രാനയിൽ, ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ. ഇനി കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ഊർജ്ജ നാണയങ്ങൾ? ഊർജ്ജ നാണയങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു ജീവകോശങ്ങളിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ഊർജ്ജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ATP. അതിൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ATP തന്മാത്ര വിഘടിച്ച് ADPയും ഫോസ്ഫേറ്റുമായി മാറുമ്പം ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ ATP നമ്മൾ പറഞ്ഞു അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അത് വിഘടിച്ച് ADP അതായത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആക്കി മാറും. ഫോസ്ഫേറ്റും പിന്നെ വേറൊരു ഫോസ്ഫേറ്റും ആയിട്ട് മാറും. അന്നേരം ഉണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ADP ഊർജ്ജം സംഭരിച്ചു വെക്കുകയും ATP ആയി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഊർജ്ജ വിനിമയം നടക്കുന്നത് കൊണ്ട് ATPനെ അറിയപ്പെടുന്നതാണ് കോശത്തിൻ്റെ ഊർജ്ജ നാണയം. അപ്പോൾ കോശത്തിൻ്റെ ഊർജ്ജ നാണയങ്ങൾ എന്നറിയപ്പെടുന്ന ആരാണ്? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓർത്തിരിക്കണം കേട്ടോ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എനിക്ക് അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ സസ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, സസ്യങ്ങളിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഭൂമിയിലെ എല്ലാ ഉൽപ്പാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിച്ചല്ല പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് രാസസംശ്ലേഷണം. അതായത് പ്രകാശം ഉപയോഗിച്ചല്ല, സൂര്യപ്രകാശം ഉപയോഗിച്ചല്ലാണ്ട് ചില ബാക്ടീരിയകളുടെ സഹായത്തോടെ, സൾഫർ ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് കീമോസിന്തസിസ് അല്ലെങ്കിൽ രാസസംശ്ലേഷണം എന്ന് പറയുന്നത് കേട്ടോ. അത് എന്ത് ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ കടലിലൊക്കെയുള്ള
സൾഫർ ബാക്ടീരിയയാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. അവ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഊർജ്ജമുണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ തന്നെ നമുക്കറിയാം, സസ്യങ്ങളെ കൂടാണ്ട് നമ്മുടെ ഇതിനകത്തുള്ള ആൽഗകളിലെ കടലിലൊക്കെയുള്ള ആൽഗകളും അവയിലടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ തോതനുസരിച്ച് ചുവപ്പ്, തവിട്ട് നിറത്തിലുള്ള പല ആൽഗകളും കാണുന്നുണ്ട്. അപ്പോൾ അവയിലും എന്തുണ്ട്, അവയും ഇതുപോലെ തന്നെ ഏറ്റവും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഏറ്റവും വലിയ ഈ ആൽഗകളുടെ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറത്തിലുള്ള ആൽഗയാണ് സർഗാസം എന്നറിയപ്പെടുന്നത്. സർഗാസം സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായിട്ട് പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവങ്ങൾ. അത് ഓർത്തിരിക്കുക കേട്ടോ, സസ്യപ്ലവങ്ങൾ. അതിന് എക്സാമ്പിളാണ് ഡെസ്കൈഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയനോ ബാക്ടീരിയ. അവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സസ്യപ്ലവങ്ങൾക്ക് എക്സാമ്പിളാണ്. അവയും പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നുണ്ട്, അതും കൂടി ഓർത്തിരിക്കുക. നമ്മൾ കരയിലുള്ള സസ്യങ്ങൾ മാത്രമല്ല, കടലിലുള്ള ആൽഗകളും സസ്യപ്ലവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടി അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഈ പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഓക്സിജനും ഗ്ലൂക്കോസും ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു, അവയാണ് നമ്മൾ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ജലത്തിൽ വളരെ വേഗം തന്നെ ലയിക്കുന്നതിനാൽ ഈ ഗ്ലൂക്കോസിനെ സസ്യങ്ങൾക്ക് സംഭരിച്ച് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ സസ്യങ്ങൾ ഈ ഗ്ലൂക്കോസിനെ ലയിക്കാത്ത അലേയമായ അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കുന്നു. ഓക്കെ, ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സായും വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ ഈ അന്നജത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്നജം പിന്നീട് സൂക്രോസ് ആയിട്ട് ഫ്ലോയം കുഴലിലൂടെ മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തി എന്ത് ചെയ്യുന്നു? വിവിധ രൂപങ്ങളിൽ സംഭരിക്കുന്നതാണ്. ആ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഈ ഗ്ലൂക്കോസ് എന്താ? ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജലത്തിൽ പെട്ടെന്ന് ലയിക്കുന്നു. അതുകൊണ്ട് അവയ്ക്ക് സസ്യങ്ങൾക്ക് അതിനെ സംഭരിച്ച് വെക്കാൻ പറ്റാത്തത് കാരണം അതെന്തായിട്ട് മാറുന്നു? അന്നജമായിട്ട് മാറുന്നു, അന്നജത്തിൻ്റെ രൂപത്തിലായിട്ട് മാറുന്നു. ഈ അന്നജം പിന്നീട് എന്തായിട്ട് മാറുന്നു? സൂക്രോസ് ആയി മാറിയാണ് ഫ്ലോയം കുഴലിലൂടെ ബാക്കി സസ്യഭാഗങ്ങളിൽ എത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് പലയിടത്തും എത്തി പല രീതിയിലാണ് സംഭരിച്ച് വെക്കുന്നത്. ഈ സൂക്രോസ് ഇപ്പോൾ കരിമ്പിലൊക്കെ ആണെങ്കിൽ സൂക്രോസ് ആയിട്ട് തന്നെയാണ് ശേഖരിച്ച് വെക്കുന്നത്. അപ്പോൾ പഴവർഗ്ഗങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താണ്? ഫ്രക്ടോസ് ആയിട്ടാണ് സംഭരിച്ച് വെക്കുന്നത്. ഇനി ചിലടത്ത് കൊഴുപ്പായിട്ടല്ലേ, എണ്ണക്കുരുക്കളിലൊക്കെ ആണെങ്കിൽ കൊഴുപ്പിൻ്റെ രൂപത്തിലാണ് സംഭരിച്ച് വെക്കുന്നത്. ഇനി പയറുവർഗ്ഗങ്ങളിലൊക്കെ ആണെങ്കിലോ പ്രോട്ടീൻ്റെ രൂപത്തിലാണ്, പ്രോട്ടീന്. കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ ആണെങ്കിലോ അന്നജമായിട്ട് തന്നെയാണ് സംഭരിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ സൂക്രോസ് ആണ് ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ശേഷം പല രൂപത്തിൽ സസ്യങ്ങളിൽ സംഭരിച്ച് വെക്കുക. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറുന്നു. അന്നജം പിന്നീട് സൂക്രോസ് ആയിട്ട് മാറുന്നു. ഈ സൂക്രോസ് ആണ് പല രൂപങ്ങളിൽ ഈ സസ്യങ്ങളിൽ സംഭരിച്ച് വെക്കുന്നത്. അത് കിഴങ്ങ് വർഗ്ഗങ്ങളിലാണെങ്കിൽ അന്നജമായിട്ടും, പയറുവർഗ്ഗങ്ങളിലാണെങ്കിൽ പ്രോട്ടീനായിട്ടും, പിന്നെ എണ്ണക്കുരുക്കളിലാണെങ്കിൽ കൊഴുപ്പ്, പഴവർഗ്ഗങ്ങളിലാണെങ്കിൽ ഫ്രക്ടോസ്, കരിമ്പിലാണെങ്കിൽ സൂക്രോസ് ആയിട്ട് തന്നെ. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. ഇത് നമ്മുടെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കിലില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞു മെൽവിൻ കാൽവിൻ്റെ കാര്യം പറഞ്ഞല്ലേ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അതായത് പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. അദ്ദേഹമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ആളാണ് ജോസഫ് പ്രീസ്ലി. എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. അതുപോലെ അടുത്ത ആളാണ് വാൻ നീൽ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ഈ ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ആളാണ് വാൻ നീൽ. എന്താണ്? വാൻ നീൽ. അത് രണ്ടും ഓർത്തിരിക്കണം കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടുത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലിയും. ആ ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് കണ്ടെത്തിയത് വാൻ നീലും. പിന്നെ പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങൾ, ആ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതിന് 2 ഘട്ടങ്ങൾ വിശദീകരിച്ചത് മെൽവിൻ കാൽവിനുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസ് കിട്ടി നമ്മൾ പറഞ്ഞല്ലോ 1961. അപ്പോൾ അത്രയും കൂടി പഠിക്കണം കേട്ടോ. അത് പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞൊരു ആൽഗയുടെ, സമുദ്രത്തിലെ ആൽഗകളുടെ കാര്യം പറഞ്ഞില്ല. അവയ്ക്ക് അന്തരീക്ഷ വായുവിലെ 70 മുതൽ 80% വരെ ഓക്സിജനും എന്താണ് പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഈ സമുദ്രത്തിലെ ആൽഗകളാണെന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞ? അന്തരീക്ഷ വായുവിലെ 70 മുതൽ 80% വരെ ഓക്സിജൻ നൽകുന്നത് പ്രകാശ സംശ്ലേഷണം വഴി ഈ സമുദ്രത്തിലെ ആൽഗകളാണ്. അതും പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മെയിൻ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാതെ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയാം, ഇത്രയേ ഉള്ളൂ പ്രകാശ സംശ്ലേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയാണ് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്.
ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് SCERT-ലുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയുള്ള വിത്താണ് ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശേഖരിക്കേണ്ടത്. വിത്ത് ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിലൊന്നാമത്തത് കായ്ബലം കൂടുതൽ കിട്ടുന്ന വിത്തായിരിക്കണം, അല്ലേ? കായ്ബലം കൂടുതൽ കിട്ടുന്ന വിത്തായിരിക്കണം. അതുപോലെ തന്നെ രോഗബാധയുള്ള ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കാൻ പാടില്ല. രോഗബാധയുള്ള ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ചെടിയിൽ ആദ്യം ഉണ്ടാകുന്നവ, ഇടയ്ക്കുണ്ടാകുന്നവ, അവസാനം ഉണ്ടാകുന്ന, അങ്ങനെ പല ഇതുണ്ട്. അതിലെന്താണ്, അപ്പൊ അതനുസരിച്ച് വേണം. അതായത് മധ്യകാലത്തുണ്ടാകുന്ന വിത്ത് വേണം എടുക്കാൻ. നമുക്ക് വിത്ത് ശേഖരണത്തിന് വേണ്ടി, വിത്ത് മുളയ്ക്കാൻ വേണ്ടി എടുക്കേണ്ടത് മധ്യകാലത്തുണ്ടാകുന്ന വിത്ത് വേണം എടുക്കാനായിട്ട്. ആദ്യം ഉണ്ടാകുന്നതും അവസാനം ഉണ്ടാകുന്നതും ഇടയ്ക്കരുത്. ഇടയ്ക്കുണ്ടല്ല, ഇടകാലത്തുണ്ടാകുന്ന വിത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുളപ്പിക്കാനായിട്ട്, വിത്ത് ശേഖരണത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. കായ്ബലം കൂടുതൽ ലഭിക്കുന്ന വേണം, രോഗബാധയുള്ളത് പാടില്ല, മധ്യകാലത്തുണ്ടാകുന്ന വിത്ത് വേണം നമ്മൾ വിത്ത് ശേഖരണത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇനി പല രീതിയിൽ നമുക്ക് വിത്തുകളെ എന്ത് ചെയ്യാം, മുളപ്പിച്ചെടുക്കാം, അല്ലെ? ഒന്നാമതാണ് പാകി മുളപ്പിക്കൽ, അല്ലെ? നമ്മൾ പയർ, അതുപോലെ തന്നെ വെണ്ട, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണത്, പാകിയാണ് മുളപ്പിക്കുന്നത്, അല്ലേ? വിത്ത് പാകി മുളപ്പിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, തൈ ഉണ്ടായി വന്നിട്ട് പിന്നീട് നമ്മളത് പറിച്ചു നട്ടാണ് തൈകൾ ഉണ്ടാകുന്നത്, അല്ലേ? ഇനി അടുത്ത വേറൊരു രീതി, പല രീതിയിൽ നമുക്ക് വിത്തുകളെ മുളപ്പിച്ചെടുക്കാം. ഒന്നാമത്തെ പാകി മുളപ്പിക്കൽ, പിന്നെ ഒരെണ്ണമാണ് തണ്ട് മുറിച്ച് നടൽ, അല്ലേ? വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ, മറ്റു ഭാഗങ്ങൾ മുറിച്ചുണ്ടാകുന്ന സസ്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അടുത്തത് തണ്ട് മുറിച്ചിടുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, മരച്ചീനി, അല്ലേ? മരച്ചീനി, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ളവയൊക്കെ നമ്മൾ തണ്ട് മുറിച്ച് നട്ടിട്ടാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ വേറൊരു രീതിയാണ് പതിവയ്ക്കൽ. പതിവയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന രീതിയാണ്. ഉൽപ്പാദിപ്പിക്കേണ്ട തൈച്ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതാണോ നല്ല ഇനത്തിന്റെ എന്ത് ചെയ്യുന്നു, മറ്റൊരു ചെടിയിൽ ഒട്ടിച്ചു ചേർക്കുന്നു, പതിവയ്ക്കുന്നു, ലെയറിങ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യാം, പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ പിച്ചി, മുല്ല, ചെമ്പരത്തി, റോസ, അതുപോലെ കശുമാവ്, സപ്പോട്ട, അങ്ങനെയൊക്കെയുള്ള ചെടികളിലാണ് ഈ പതിവയ്ക്കൽ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കമ്പ് തിരഞ്ഞെടുത്തിട്ട് ഒരു പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. അതെന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രധാന തടിയിലെ കൊമ്പുകളിൽ നിന്ന് നല്ലൊരു പ്രധാന തടിയിലെ കൊമ്പുകളിൽ നിന്ന് വേണം ഇത് ശേഖരിക്കാനായിട്ട്. എന്നിട്ട് അത് തൊലി കളഞ്ഞ ശേഷം ചകിരിയും മണ്ണൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് പൊതിഞ്ഞിട്ട് ആ മെയിനായിട്ടുള്ള മരത്തിൽ കൊണ്ട് പതിവയ്ക്കുക, ഒട്ടിക്കുകയാണ്. കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അത് സ്വാഭാവികമായിട്ടും അവിടെ ചേർന്ന് വളർന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഏതിലൊക്കെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരെണ്ണമാണ് കൊമ്പൊട്ടിക്കൽ. കൊമ്പൊട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ചെയ്തു വരുന്നൊരു രീതിയാണിത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് കൊമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഒട്ടിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ വേരോട് കൂടിയ ചെടിയുണ്ടല്ലോ, അതിനെ നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഡം എന്ന് പറയുന്നു. ഇനി ഈ ഒട്ടിക്കുന്ന കമ്പിനെ നമ്മൾ സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പെന്നാണ് പറയുന്നത്. എന്താണ്, വേരോട് കൂടിയ ചെടീനെ മൂലകാന്ഡം അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നും, നമ്മൾ ഒട്ടിക്കുന്ന കമ്പിനെ സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പെന്നും പറയുന്നത്. മാവൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, മാവിന്റെ ഇനങ്ങളൊക്കെ. അപ്പോൾ അതായത് ഒരേ വർഗത്തിലുള്ള സസ്യങ്ങളുടെ തണ്ടുകളാണ് ഇങ്ങനെ ഒട്ടിച്ചു ചേർക്കുന്നത്. മാവിന്റെ തന്നെ 2 തണ്ടുകൾ, ഇപ്പോൾ ഒരെണ്ണം നീലമാങ്ങയും മൾഗോവ മാങ്ങയും കൂടെ ഒട്ടിച്ചു ചേർത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഒരെണ്ണമാണ് ഇനി മുകുളമൊട്ടിക്കൽ. മുകുളമൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെടിയുടെ കൊമ്പൊട്ടിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, മുകുളം ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ റോസയ്ക്കൊക്കെ പല നിറത്തിൽ, ഒരേ പൂച്ചട്ടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നത് ഈ മുകുളമൊട്ടിക്കലാണ്, ബഡ്ഡിങ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ രീതികൾ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ നമ്മൾ വിത്ത് മുളയ്ക്കലിൻ്റെ കാര്യം പറഞ്ഞു. വിത്ത് മുളയ്ക്കൽ എങ്ങനെയാണെന്ന് പറഞ്ഞു, നമ്മുടെ പയറ്, വെണ്ടയൊക്കെ. പിന്നെ തണ്ട് മുറിച്ച് നടന്നത് പറഞ്ഞു. എന്താണ് തണ്ട് മുറിച്ച് നടന്ന, നമ്മൾ മരച്ചീനി, മധുരക്കിഴങ്ങൊക്കെ. പതിവയ്ക്കൽ നമ്മൾ പറഞ്ഞു, പിച്ചി, റോസ, മുല്ല, അങ്ങനത്തെ ഒക്കെ ഉള്ളത്. പിന്നെ കൊമ്പൊട്ടിക്കുന്ന പറയുമ്പം ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ, മാവാണ് പ്രധാനമായിട്ടും അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ മുകുളൊട്ടികൾ നമ്മൾ റോസിൻ്റെ ഒക്കെ കാര്യത്തിൽ, അല്ലേ? മുകുളം, അതായത് കൊമ്പിന് പകരം മുകുളം എടുത്തൊട്ടിക്കുന്നു. അങ്ങനത്തെ രീതി നമുക്ക് പുതിയ ചെടികൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു പോയിന്റാണ് ഇനി ചോദിച്ചിട്ടുള്ളതാണ് കായിക പ്രജനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് കായിക പ്രജനം എന്ന് വെച്ചാൽ, വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം.
അതുപോലെ തന്നെ സസ്യങ്ങളുടെ വിത്തല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ട്? വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. മനസ്സിലായോ? വിത്തിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതിന് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ എന്നും, വിത്തല്ലാണ്ട് ഇല, അതുപോലെ തന്നെ വേര്, തണ്ട് അവയിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്നതിന് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും പറയുന്നു. ഓക്കെ, രണ്ടും ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇനി അടുത്തൊരു വേർഡാണ് വർഗസങ്കരണം. എന്താണ് വർഗസങ്കരണം എന്ന് പറഞ്ഞാൽ? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതി. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിൻ്റെയും ഗുണമുള്ളതും ദോഷമുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയുമായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൽ അനുകൂലമായിട്ടുള്ള വിത്തുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, തെങ്ങിൻ്റെ ഇനങ്ങളാണ്. നോക്കിയേ, വെസ്റ്റ് കോൾ ടോള്, അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ച്. വെസ്റ്റ് കോൾ ടോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളം കൂടിയ തെങ്ങിനുമാണ്, നീളം കൂടിയത്. ഏകദേശം ഒരു 20 മുതൽ 30 മീറ്റർ വരെ ഉയരം ഉണ്ടാകും. 6 തൊട്ട് 10 വർഷം കൊണ്ട് എന്ത് ചെയ്യാം? കായ്ഫലം ലഭിക്കും. അതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 80 മുതൽ 100 വർഷം വരെയാണ് ആയുസ്. നാളികേരം എങ്ങനെ ആയിരിക്കും? പച്ച നിറത്തിലുള്ള നാളികേരമായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഇനങ്ങളാണ് ഈ വെസ്റ്റ് കോൾ ടോള്. ആ നീളം കൂടിയ ഇനത്തിൻ്റെ എക്സാമ്പിളാണ് വെസ്റ്റ് കോൾ ടോള്. അതുപോലെ തന്നെ ഈസ്റ്റ് കോൾ ടോൾ ഉണ്ട്, ലക്ഷദ്വീപ് ഓർഡിനറി. അപ്പോൾ അതൊക്കെ ഈ നീളം കൂടിയ ഇനത്തിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? വെസ്റ്റ് കോൾ ടോളും ഈസ്റ്റ് കോൾ ടോളും ലക്ഷദ്വീപ് ഓർഡിനറിയും. ഇനി അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഇനങ്ങളുണ്ട്. നീളം കുറഞ്ഞ ഇനങ്ങളാണെന്നുമ്പം ഇതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതിന് 300 മുതൽ 20 മുതൽ 30 മീറ്റർ വരെ. ഇതിന് പക്ഷേ ഹൈറ്റ് വളരെ കുറവ്, ഒരു 8 മുതൽ 10 മീറ്റർ വരെ ഉയരം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ കായ്ക്കും, 4-5 വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കും. പക്ഷെ ആയുസ് അത്ര ഉണ്ടാവില്ല, 30 തൊട്ട് 35 വർഷം വരെ ആയിരിക്കും ആയുസ്. അതിന് നാളികേരത്തിന് പച്ച കളറല്ല, മഞ്ഞയോ അല്ലെങ്കിൽ ഓറഞ്ച് തവിട്ട് നിറങ്ങളിലുള്ള നാളികേരമായിരിക്കും ലഭിക്കുന്നത്. അതിൻ്റെ ഇനങ്ങളെന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോന്തം. അപ്പോൾ ഈ 3 എങ്ങനെയുള്ളതാണ്? നീളം കുറഞ്ഞ ഇനമാണ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നീളം കൂടുതലിനകത്ത് ടോളെന്ന് വേണം നമുക്കത് അറിയാൻ പറ്റും. വെസ്റ്റ് കോൾ ടോളും ഈസ്റ്റ് കോൾ ടോളും പിന്നെ ലക്ഷദ്വീപ് ഓർഡിനറിയും. നീളം കുറഞ്ഞതിനകത്ത് അത് ക്ലൂ കിട്ടില്ല, ഓർത്ത് വെക്കണം. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോന്തം. ഓക്കെ, അപ്പോൾ ഈ സങ്കരീനം തെങ്ങുകൾ, അപ്പോൾ ഇവ തമ്മിൽ ഈ നീളം കൂടിയതും നീളം കുറഞ്ഞതും കൂടെ ചേർന്ന് നമുക്ക് സങ്കരീനം തെങ്ങുകൾ ഉണ്ടാക്കാം. നമ്മൾ നീളം കൂടിയതിൻ്റെ കാര്യം കുറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവയെ തമ്മിൽ എന്ത് ചെയ്യാം? വർഗസംകരണം നടത്തും. അങ്ങനെ കിട്ടുന്നതാണ് ഈ ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടി കൂട്ടി ഉണ്ടാക്കുന്ന വർഗസംകരണം നടത്തി കിട്ടുന്നതാണ് ചന്ദ്രലക്ഷ. അതുപോലെ ചന്ദ്രശങ്കര, അത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോൾ ടോളും ചേർത്ത് കിട്ടുന്നതാണ് ചന്ദ്രശങ്കര. അതുപോലെ ലക്ഷഗംഗ, അത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്തവും കൂടി വർഗസംകരണം നടത്തി കിട്ടുന്നതാണ് ലക്ഷഗംഗ. അപ്പോൾ ഇതെന്താ പറയുന്നത്? നീളം കൂടിയതും നീളം കുറഞ്ഞതും കൂടി കൂട്ടി വർഗസംകരണം നടത്തി പുതിയ സങ്കരീന തെങ്ങുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഓരോന്നും പഠിക്കണം, ചോദിച്ചിട്ടുണ്ട് PSC കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പച്ചക്കറികളും അതുപോലെ നെല്ലും ഒക്കെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില വിത്തിനങ്ങളെ പറ്റിയാണ് നമ്മളീ പറയാൻ പോകുന്നത്. നെല്ലിൻ്റെ ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. എന്തൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. അതൊക്കെ നെല്ലിൻ്റെ ഇനങ്ങളാണ്. അതുപോലെ പയറിൻ്റെ ഇനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. എന്തൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അതൊക്കെ പയറിൻ്റെ ഇനങ്ങളാണ്. അടുത്ത പച്ചമുളകിൻ്റെ ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. എന്താണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. അതൊക്കെ പച്ചമുളകിൻ്റെ ഇനങ്ങളാണ്. അടുത്ത വെണ്ടയുടെ ഇനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. എന്താണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അതൊക്കെ വെണ്ടയുടെ ഇനങ്ങളാണ്. അതുപോലെ വഴുതനയുടെ ഇനങ്ങളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. എന്താണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അതൊക്കെ വഴുതനയുടെ ഇനങ്ങളാണ്.
അതുപോലെ തക്കാളിയുടെ ഇനങ്ങളാണ് മുക്തി, അനഘ, അക്ഷയ. എന്താണ്? മുക്തി, അനഘ, അക്ഷയ. അതൊക്കെ തക്കാളിയുടെ ഇനങ്ങളാണ്. അതുപോലെ പാവയ്ക്ക പുതിയതായിട്ട് വികസിപ്പിച്ച നമ്മുടെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം പാവയ്ക്കയാണ് പ്രിയങ്ക. എന്താണ്? പ്രിയങ്ക. അപ്പോൾ പ്രിയങ്ക എന്തിൻ്റെയാണ്? പാവലിൻ്റെ ഇനമാണ്. ഇതുപോലെ തന്നെ പഠിക്കണം. PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കോഡൊക്കെ ഇട്ട് നിങ്ങൾ പഠിക്കണം. നെല്ലിൻ്റെ ഏതാണ്? ഇപ്പം ജ്വാലാമുഖി. ജ്വാലാമുഖി ഏതാ? ജ്വാലാമുഖി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക പച്ചമുളക്. പച്ചമുളക് കടിച്ചാൽ നമുക്ക് ഭയങ്കര എരിവുണ്ടല്ലേ, ഭയങ്കര ഇതാണ്. അപ്പം അങ്ങനെ ഓർത്തിരിക്കാൻ മതി. ഭയങ്കര ജ്വാലാമുഖി പച്ചമുളക് എന്ന് ഓർത്തിരിക്കുക. പിന്നെ മുക്തി. മുക്തി എന്ന് പറയുമ്പോൾ തക്കാളി. ഒരു കനത്ത് മുക്തിക്കകത്ത് കായും തായൊക്കെ ഉണ്ട്. തക്കാളി കായും താ. ആ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർക്കുക. തക്കാളിയാണ് എന്ത്? മുക്തി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ സങ്കരീണം തെങ്ങിൻ്റെ ആയിട്ട് നമ്മൾ പഠിച്ചല്ലോ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷിഗംഗ. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ചാ ഓർക്കുക. അപ്പോൾ അതിനകത്ത് അത് ക്രോസ് ചെയ്യുന്നതിനകത്തും ചാ കൂട്ടി. ചാവക്കാടൻ ഓറഞ്ച്. ലക്ഷ്യ വരുമ്പോൾ ഓർക്കുക ലക്ഷദ്വീപ് ഓർഡിനറി. അടുത്ത ചന്ദ്രശങ്കര. ചാ ഉള്ളത് കൊണ്ട് ഒരെണ്ണം ചാ കൂട്ടി. അപ്പോൾ ചാവക്കാടൻ ഓറഞ്ചും ശങ്കര അത് വെസ്റ്റ് കോസ്റ്റ് ടോളാണ്. പിന്നെ ലക്ഷ്യഗംഗ എളുപ്പമാണ്. ലക്ഷ്യം ഗംഗയും വരണം. അപ്പം ലക്ഷദ്വീപ് ഓർഡിനറിയും പിന്നെ ഗ്യാ കൂട്ടി പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഗംഗാ ബോന്ധം. അപ്പം അങ്ങനെ കാണിച്ചിരിക്കുന്ന ഒരെണ്ണത്തിൻ്റെ പടമാണ് ചന്ദ്രശങ്കരയുടെ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കുക. PSC ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടിഷ്യൂ കൾച്ചർ. എന്താണ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ടിഷ്യൂകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ ഒരു വിദ്യയിലൂടെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ അങ്ങനെയുള്ള സസ്യങ്ങളാണ് ഈ ടിഷ്യൂ കൾച്ചർ വഴി പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരു ചെടിയിൽ നിന്ന് തന്നെ അതിൻ്റെ സവിശേഷതകളുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് അറിയാലോ. ഒരു ചെടിയിൽ നിന്ന് തന്നെ അനേകം ചെടികൾ വളർത്തിയെടുക്കുന്ന രീതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുടെ നമ്മൾ പറയാം. നമുക്ക് അറിയാവുന്നതാണ്, PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തതാണ് കാർഷിക സർവകലാശാല, KAU. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ്, തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി. അടുത്തതാണ് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യമാണ്, ശ്രീകാര്യം. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സെൻറ്റർ. അതെവിടെയാണ്? കോഴിക്കോടാണ് അല്ലേ. സ്പൈസ് റിസർച്ച് സെൻറ്റർ കോഴിക്കോടാണ്. അതുപോലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയമാണ്, കോട്ടയം. പിന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അതെവിടെയാണ്? അത് കാസർഗോഡാണ്. ഇത്രയല്ല, ഇത് കൂടാണ്ടും ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഇത് SCERT-ൽ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. എന്താണ് ഇടവേള കൃഷി, അതുപോലെ എന്താണ് വിളപര്യം. രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇടവേള കൃഷി എന്ന് പറയുന്നത് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവേള കൃഷി എന്ന് പറയുന്നത്. എന്താണ്? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിള. ഇപ്പോൾ വാഴയ്ക്കിടയിൽ നമ്മൾ പയറൊക്കെ നടാറുണ്ട് അല്ലേ, വെണ്ടയൊക്കെ നടാറുണ്ട്. അപ്പോൾ അതാണ് എന്ത്? ഇടവേള കൃഷി എന്ന് പറയുന്നത്. അത് മണ്ണിൻ്റെ ഫലഭൂഷ്ടി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇനി വേറൊരു രീതിയാണ് വിളപര്യം. വിളപര്യം എന്ന് വെച്ചാൽ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിനെയാണ് വിളപര്യം എന്ന് പറയുന്നത്. ഈ നമ്മുടെ നെൽപ്പാടങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നെൽപ്പാടം കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ പയറോ ഉഴുന്നൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അതാണ് എന്ത്? വിളപര്യം. ഒരു കൃഷിക്ക് ശേഷം ആ മണ്ണിൽ വേറൊരു വിള കൃഷി, അത് തന്നെ ആവർത്തിക്കാണ്ട് വേറെ കൃഷി ചെയ്യുന്നതാണ് വിളപര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റാണ് എന്താണ്? ഫുക്കുവോക്ക ആരാണ്? മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയിലെ ഫലഭൂഷ്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിരീകരണം നിർത്തിയാലേ മനുഷ്യരാശി അടക്കമുള്ള സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. അങ്ങനെ രാസവള പ്രയോഗത്താൽ പ്രാണനറ്റുപോയ മണ്ണിന് പിന്നെ മൃതസഞ്ജീവിനിയാണ് എന്ത്? ജൈവവളങ്ങളെന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഈ ജീവന്റെ സഞ്ചാരം ത്വരിതപ്പെടുകയും മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ
ജൈവകൃഷി ഗവേഷകൻ ആരാണ്? ഫുക്കുവോക്ക എന്ന് പറയുന്നത്. മനസോബു ഫുക്കുവോക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ജപ്പാൻകാരനാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. രാസവളത്തിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കുറച്ച് ജൈവവളത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വിടുന്ന ഒരാളാണ് ഫുക്കുവോക്ക. ഇനി അടുത്ത് നമ്മൾ അറിയാവുന്നതാണ് ജൈവ കീടനാശിനികൾ എന്താണ്. ജൈവ കീടനാശിനികളാണ് നമുക്കധികം ദോഷമില്ലാത്ത പെസ്റ്റിസൈഡ്സ് അല്ലേ, ബയോ പെസ്റ്റിസൈഡ്സ്. അതിലൊന്നാണ് പുകയില കഷായം, പിന്നെ ഒരെണ്ണം വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ വേപ്പെണ്ണ എമൾഷൻ. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പുകയില കഷായം ഞാൻ വായിച്ചു നോക്കിയാൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ വേപ്പെണ്ണ എമൾഷൻ കേട്ടോ. പിന്നെ അടുത്ത ജൈവവളങ്ങൾ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ ഏതൊക്കെയാണ്? ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി, ഇവയൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജൈവവളങ്ങളാണ് അല്ലേ. സാധാരണ നമുക്ക് എളുപ്പമായിട്ട് കിട്ടുന്ന ജൈവവളങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ഈ രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെ ജൈവവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സംയോജിത കൃഷിയാണ്. സംയോജിത കൃഷി എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ നമ്മൾ പുറന്തള്ളുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ മാലിന്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പുറത്തേക്ക് കളയാണ്ട് അതൊരു രീതിയിൽ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുറേ മാലിന്യങ്ങളെല്ലാം കൂടി ഈ ഒരു ടാങ്കിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അവിടേക്ക് വേറെ എന്തൊക്കെ വരുന്നുണ്ട്? പശുവിൻ്റെ വളം വരുന്നുണ്ട് അല്ലേ, ചാണകവും ഇതിലേക്ക് തന്നെ എത്തിക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് നമുക്ക് പുറത്ത് വരുന്നതാണ് സ്ലറി, വളം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ടാങ്കിൽ നിന്ന് പുറത്ത് വരുന്നതാണ് സ്ലറി എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം അല്ലേ. അങ്ങനെ നമ്മൾ മാലിന്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റൊട്ടേഷൻ, മാലിന്യങ്ങൾ ചീത്തയായിട്ട് നമ്മൾ പ്രകൃതിയിലേക്ക് കളയുന്നില്ല, അതിനു പകരം അത് ഉപയോഗിച്ച് വളം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, താറാവാണ്. താറാവിൻ്റെ കൂടെ എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് നോക്കിയേ? വെള്ളത്തിൽ വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്? താറാവ് കൂട് മത്സ്യക്കുളമാണ്. അത് വെള്ളം എന്ന് പറയുമ്പോൾ മത്സ്യം വളർത്തുന്ന കുളമാണ്. അതിന് മുമ്പിൽ വെച്ച് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു? ഈ താറാവിൻ്റെ വേസ്റ്റുകൾ അല്ലേ, താറാവിന് കൊടുക്കുന്ന തീറ്റകൾ മത്സ്യങ്ങൾക്കും ലഭിക്കും. അതുപോലെ തന്നെ താറാവിൻ്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വർധനവിനും കാരണമാകുന്നു. ജലസസ്യങ്ങളാണ് എന്തിൻ്റെ ആഹാരം? മത്സ്യങ്ങളുടെ ആഹാരം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സ്, ഒരു സംയോജിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സസ്യങ്ങളിൽ പിന്നെ എന്തുണ്ട്? മത്സ്യങ്ങളെ കൂടാണ്ട് പായൽ, ഒച്ച്, തവള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ താറാവിൻ്റെയും ആഹാരം. അങ്ങനെ രണ്ടും കൂടി കൂട്ടി നമുക്കൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതാണ് സംയോജിത കൃഷി രീതി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ജൈവവളങ്ങളും രാസവളങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന്. ജൈവവളം എന്താണ്? മണ്ണിന് ദോഷകരമല്ല. രാസവളം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ജൈവവളം എന്താണ്? നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റും അല്ലേ. രാസവളങ്ങൾ വ്യാവസായികമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജൈവവളങ്ങൾക്ക് ചിലവ് കുറവാണ്. അതുപോലെ കൂടുതൽ അളവിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ അളവിൽ വേണം. പക്ഷേ രാസവളം എന്ന് വെച്ചാൽ കുറച്ച് അളവിൽ മതി അല്ലേ, ചിലവ് കൂടുതലായിരിക്കും. പിന്നെ ജൈവവളം എന്ന് വെച്ചാൽ പെട്ടെന്ന് മണ്ണിൽ ചേരുന്നു. രാസവളം ആണെങ്കിലോ മണ്ണിൽ ജൈവവളം വളരെ സാവധാനത്തിലേ മണ്ണിൽ ചേരുള്ളൂ. രാസവളം പക്ഷെ പെട്ടെന്ന് തന്നെ മണ്ണിൽ ചേരുന്നു. പിന്നെ ജൈവവളം ആണെങ്കിൽ ഒരു നിശ്ചിത ലവണം മാത്രം നൽകാൻ കഴിയില്ല. പക്ഷെ രാസവളം നിശ്ചിതമായിട്ടല്ലേ. നമുക്കിപ്പോൾ മണ്ണിനിപ്പോൾ ആവശ്യമുള്ള സോഡിയം മാത്രമേ നമുക്ക് നൽകാൻ പറ്റുമോ? ജൈവവളത്തിൽ പറ്റില്ല അല്ലേ. അപ്പോൾ രാസവളം അങ്ങനെയുള്ള നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് തന്നെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്.